നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഭാഗത്തിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ കണ്ട സംഗതി ഇതാ ഇവിടെ ഒരു ചുണ്ടിൻ്റെ തൊട്ടുമേളിൽ ഇങ്ങനെ നീളത്തിൽ ഇവിടുത്തെ ഒരു ഭാഗം കണ്ടു. അപ്പോൾ അത് ഉറപ്പിച്ചു. ഇന്ന് ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കണം എവിടെ പോകണമെന്ന്. ഒന്ന് ആലോചിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിത് പറയാൻ കാര്യം, ബില്ല് വരെ ഞാൻ കാണിച്ചു തരാം. APL ആയതുകൊണ്ട് നമുക്ക് വന്ന ബില്ലെന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതെ നമ്മൾ പറയുമ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലാണല്ലോ, അത് നിങ്ങളെ കാണിക്കണമല്ലോ. വെറും 170 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. കണ്ടോ, 170 രൂപ മാത്രമേ നമുക്കായിട്ടുള്ളൂ. 5 പൈസ ഇതിനായിട്ടില്ല കൂടുതൽ. ഇതാണ് സ്ഥിതി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ അമ്പലവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും അതുപോലുള്ള കാര്യങ്ങളും കലാപരിപാടികളും ഒക്കെ ആയിരുന്നു വീഡിയോയിൽ. ഇത് ഒരു പ്രത്യേക വീഡിയോ ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ഇത് കണ്ടാൽ പേടിക്കരുത്. ഇത് ഒരു ഇതാണ് എക്സ്റേ ഫിലിമാണ്. പക്ഷേ അത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, തലയോട്ടിയാണ് ഈ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമ്മളൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആശുപത്രിയിലൊക്കെ പോകാറുണ്ട്. തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോകാതെ രോഗം ഭേദമാകില്ല. പക്ഷേ എമർജൻസി ആയിട്ടൊരു ആക്സിഡൻറ്റ് വന്നാൽ തീർച്ചയായിട്ടും നമ്മളെ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നോ അവിടെ നമ്മൾ അഡ്മിറ്റ് ആകപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുകയുള്ളൂ. എവിടെയായിട്ട് നമ്മൾ കൊണ്ടുവന്ന് എമർജൻസി ആയിട്ട് അടുത്ത നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അഡ്മിറ്റ് ആകുന്നു. ഒരു ആക്സിഡൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു സ്കൂട്ടർ ആക്സിഡൻറ്റ് ഏകദേശം 1 വർഷം മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 1 വർഷം ആയിട്ടില്ല. ഫെബ്രുവരി 2-ാം തീയതി ആകുമ്പോൾ 2025 ഫെബ്രുവരിയിലായിരുന്നു എനിക്കൊരു സ്കൂട്ടർ ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ അന്നുണ്ടായ ആ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ എനിക്ക് സംഭവിച്ച ഡാമേജുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് എനിക്ക് നല്ല ഒരു ഇടി സംഭവിച്ചതും. കാലിന് എന്ന് പറഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ തുടയിൽ പൊട്ടി കാല് തിരിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഒരു 3-4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. കണ്ണിന് താഴെ ഉണ്ടായിരുന്നു. ഈ മൂക്കിൻ്റെ പാലമെല്ലാം തകർന്നായിരുന്നു. ആ ഒരു കണ്ടീഷനിലായിരുന്നു അന്നത്തെ സ്ഥിതി. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അഡ്മിറ്റായ ഹോസ്പിറ്റൽ ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, കോഴഞ്ചേരിയിൽ. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയി അഡ്മിറ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ ധാരണ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ള ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് നമ്മൾ അഡ്മിറ്റ് ആകുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഭംഗിയാക്കി അവർ വിടുന്നു. നല്ലൊരു ബില്ലും ചാർജ് ചെയ്ത്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണയപ്പെടുത്തുകയോ അല്ലെങ്കിൽ കാശുണ്ടാക്കുകയോ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നല്ലൊരു ബില്ല് പ്രതീക്ഷിക്കാം. അപ്പോൾ കാലൊടിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇവിടെ ഒരു പാട്, സ്കാർ. ഇത് ഫസ്റ്റല്ല, ഇത് അവിടെ ഇതിലും ഓൾസായിരുന്ന ഒരു സംഭവമാണ്. അതായത് മുറിവുകളൊക്കെ സംഭവിച്ച കൂട്ടത്തിൽ ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു. അന്ന് കാലൊക്കെ ഇതിട്ട് എല്ലാം റോഡൊക്കെ ഇട്ട് അകത്ത് എല്ലാം ഫിറ്റായി, എല്ലാം റെഡിയായി. ഇപ്പോൾ 6 മാസത്തിന് ശേഷം നടക്കാനൊക്കെ ആയെങ്കിലും ഇവിടെ ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ഈ വെളുത്ത് കാണത്തില്ലായിരുന്നു. പക്ഷേ അകത്ത് അടഞ്ഞു പോയിരിക്കുകയായിരുന്നു. അത് തൊടുമ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് കംപ്ലയിൻ്റ് ഒന്നും ചെയ്തില്ല. കാരണം അത് ഇതിൻ്റെ ഭാഗമായിട്ട് മുറിവ് എന്തെങ്കിലും കട്ടിയായതായിരിക്കും, ബ്ലഡ് എന്നേ കരുതിയുള്ളൂ. അത് പോയിക്കോളും എന്ന് കരുതി ഗ്രാജുവലി. അപ്പോൾ മരുന്നുകളും മറ്റ് മരുന്ന് സേവകളും ഒക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന സമയത്ത് എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം ഭേദമായി, നടക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ പഴയ പോലെ സ്കൂട്ടറൊക്കെ എടുക്കാനോ വണ്ടിയൊക്കെ എടുക്കാനോ തുടങ്ങി. ദിവസം ഇങ്ങനെ കേക്ക് തന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഇത് നല്ല കട്ടിയുണ്ടല്ലോ, ഇതെന്തോ ഒരു സംഭവം അകത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബലമായ സംശയം, ഞാൻ എൻ്റെ മുകളിലത്തെ പടം കാണിക്കാം. അവിടെ ഒരു പല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിലെ പല്ല് പൊട്ടിയിരുന്ന പല്ലിൻ്റെ ആ ഒരു ഭാഗം ഇതിനകത്ത് പോയോ എന്നൊരു സംശയം എനിക്ക് രൂപപ്പെട്ടിരുന്നു അന്ന് തന്നെ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇതിനിയും പല്ല് പോയിട്ടുണ്ടോ എന്നിങ്ങനെ തമാശ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ പുള്ളിക്കാരി പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ ആണോ എന്ന്. അപ്പോൾ എന്തായാലും അതിനുശേഷം ഞങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്ന് കരുതിയാണ് വേണ്ടാന്ന് വെച്ചു. കാരണം അവരൊരു നല്ല ബില്ല് അടിച്ചു തരികയും ചെയ്യും. അവരുടെ കുറ്റമായിട്ട് അവർ സമ്മതിക്കുകയില്ല. കാരണം ഇങ്ങനൊരു പല്ല് അകത്തിരുന്ന് പോയത് അവർ കണ്ടിട്ടില്ല, നമ്മളോട്ട് കംപ്ലയിൻറ്റും ചെയ്തിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. പിന്നീട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഞെക്കി ഞാനിങ്ങനെ ഇളക്കി പൊട്ടിച്ച് വന്നപ്പോൾ അതിനകത്ത് തടയുന്ന പോലെ എനിക്ക് തോന്നി എന്തോ. അപ്പോൾ അത് നമ്മുടെ ഒരു ആകാംക്ഷ കൊണ്ട് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല നഖം വെച്ച് ഇങ്ങനെ. എന്തായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി, അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. കാരണം നമ്മൾ സർക്കാർ ആശുപത്രികളെല്ലാം മോശമാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒക്കെ ഒരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല, എങ്കിൽ പോലും ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഞാനും വൈഫും കൂടി പോയി. അവിടെ ചെന്നപ്പോൾ ആധാർ കാർഡ് മാത്രം മതി. നമ്മൾ APL ആണോ BPL ആണോ എന്ന് അവർ ചോദിക്കുക. അബവ് പ്രോവർട്ടി ലൈൻ ആണോ ബിലോ പ്രോവർട്ടി ലൈൻ. നമ്മൾ APL കാർഡാണ് നമ്മൾ. അപ്പം നോർമലി അവർ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും BPL ആണെങ്കിൽ. ഇല്ലെങ്കിൽ നോമിനലായിട്ട് വളരെ തുച്ഛമായ തുക. നമ്മൾ എക്സ്റേ എടുപ്പിച്ച ആ ഒരു സംഗതി വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഭാഗത്തിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ കണ്ട സംഗതി ഇവിടെ
ഒരു ചുണ്ടിൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ നീളത്തിൽ വെളുത്ത ഒരു ഭാഗം കണ്ടു. അപ്പോൾ അത് ഉറപ്പിച്ചു, പല്ല് തന്നെ ആകാം അത്രയും വെളുപ്പിച്ച് കാണുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലെ ഒരു സർജനെ കൊണ്ട് തന്നെ പിന്നെ നമ്മൾ നോക്കിപ്പിച്ചു. ഒത്തിരി ധാരാളം രോഗികൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ടൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി അവിടെ നിൽക്കുക. പക്ഷേ അവരുടെ പിന്നെ OPD ഇരിക്കുന്നതിനടുത്ത് തന്നെയുള്ള ടേബിളിൽ ഇരുത്തി, നിങ്ങൾ വിശ്വസിക്കുമോ, ഒരു ദിവസം ഇത് എനിക്ക് കൊണ്ടുവന്നപ്പോൾ ഇതവർ എടുത്ത് വെളിയിലാക്കി തന്നു. അതിനകത്തുനിന്ന് കിട്ടിയ സാധനമാണ് ഈ കാണുന്നത്. ഞാൻ വിരലെടുത്ത് കാണിക്കാം, നിങ്ങൾ കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇതാണ് ആ സാധനം. ഇതാ പല്ലിൻ്റെ ഭാഗമാണ്. ഇതാണ് അതിനകത്ത് കയറിയിട്ടുള്ളത്. അപ്പോൾ അത് എടുത്തു ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ സാധനം കൊണ്ട് നടക്കുമായിരുന്നു നമ്മൾ. ഇതങ്ങ് മൂടിപ്പോയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു, വേദനയില്ല, പഴുപ്പില്ല, ഒന്നുമില്ലായിരുന്നു. എന്തായാലും ഇപ്പം അതെടുത്ത് തന്നു. ആ ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല, 10 സെക്കൻഡ് എടുത്ത് കാണും ഒരു പക്ഷേ അതിങ്ങനെ എടുക്കാനായിട്ട്. കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു വേദനയുണ്ടേ പറയണമെന്ന്. വേദനയൊന്നും ഇല്ലായിരുന്നു. അത് ഇച്ചിരി ഒന്ന് പിടിച്ച് ഇരിക്കുമായിരുന്നു അകത്ത്. എന്തായാലും വെളിയിലെടുത്തു. അത് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിൽ ഒരു ലഡു പൊട്ടി. കാരണം ഇതൊക്കെ നമ്മൾ വെളിയിൽ പോയി കാണിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്യുമ്പം എന്തൊരു ചിലവൊക്കെയാണ്. അപ്പം പിന്നെ അടുത്ത അവിടെ ഡെന്റിസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പം ഡെന്റിസ്റ്റ് അടുത്ത ആ ഒരു കോറിഡോറിൽ കൂടെ അങ്ങ് അറ്റത്തുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ട്. നല്ല ഡെന്റിസ്റ്റിൻ്റെ അകത്തെ റൂമൊക്കെ നമുക്ക് കാണാം. ഡെൻ്റൽ ഡോക്ടറിൻ്റെ നല്ല വൃത്തിയായിട്ടും ക്ലീനായിട്ടും ഒക്കെ വെളിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ വിചാരിച്ചു, എൻ്റെ മകളുടെ കല്യാണം വന്ന സമയത്ത് മകൾ നിർബന്ധമായിട്ടും പറഞ്ഞു, അച്ഛാ ഈ പല്ല് നമുക്ക് ഇത് ഫില്ല് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്പ് വല്ലതും. ചെന്ന് ചോദിച്ചപ്പോൾ അവരൊരു എല്ലാം കൂടെ ഒരു തുക, ക്ലീനിങ്ങും മറ്റേ റൂട്ട് കനാലും അതും ഇതൊക്കെ ചെയ്യണമെന്നോ എന്നിട്ട് പറഞ്ഞ് ഇത് പെർമനൻ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞേച്ച് ഒരു 4,800 രൂപ 5,000 രൂപയ്ക്ക് മേളിൽ വരത്തുള്ളൂ, കുറയത്തില്ല. അപ്പം അങ്ങനെ ഒരു ബില്ല് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഏകദേശം ഒരു രൂപ അവർ പറഞ്ഞു ഇത്ര തുകയൊക്കെ ആവുമെന്ന്, 4,000 രൂപയ്ക്ക് മേളിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു 5,000 രൂപയ്ക്ക് മേളിൽ അവർ ചാർജ് വരും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക്. ഞങ്ങളിങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വെടുക്കെ ചിരിക്കാതിരുന്നാൽ മതി. അന്ന് ഇപ്പോൾ ചിരിക്കാം, കുഴപ്പമില്ല. കണ്ടോ എത്ര കോൺഫിഡൻ്റായിട്ട് വേണമെങ്കിലും നമുക്ക് ചിരിക്കാം. പഴയ രീതിയിൽ ആ പല്ല് ആക്കി തരാൻ ഈ ഡെൻറ്റിസ്റ്റ് ഒരു ദിവസം ഒരു അപ്പോയിൻമെൻറ്റ് എനിക്ക് തന്നു. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നു. 10 രോഗികളെ അവർ നോക്കിയതിന് ശേഷം പല്ലെടുക്കാനുമൊക്കെ വന്നവർ അകത്തോട്ട് കയറ്റി ഒരു 15-20 മിനിറ്റ് എടുത്ത് കാണും ഫില്ല് ചെയ്യുക പരിപാടി. അത് നല്ല മെഷീനറിയും ഒക്കെയാണ്. അതൊക്കെ വെച്ച് അകത്ത് ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ച് ഇങ്ങനെ കൂട്ടിമുട്ടാത്ത രീതിയിൽ ഇങ്ങനെ തുറന്ന് വെച്ച് ഇതെല്ലാം ഫില്ല് ചെയ്യിച്ച് വൃത്തിയാക്കി തന്നു. ആ പല്ല് പൊട്ടിയതായിട്ട് നമുക്ക് കാണുവാനേ സാധിക്കില്ല. അതേ കണ്ടോ, പഴയ രീതിയിലാക്കി എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ വിടവ് എൻ്റെ പല്ലിനുള്ളതാണ്, ആ രീതിയിലാക്കി എന്നുള്ളതാണ്. പക്ഷേ ഇത് സീൽ ചെയ്തു ഏകദേശം കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഈ കളറായി വരണം. നമ്മുടെ പഴയ ഇരുന്ന ആ ഒരു സംഭവത്തിൻ്റെ അവിടെ ഒരു വെളുപ്പ്, തൊലിയുടെ വെളുപ്പാണ് ഈ കാണുന്ന ഉള്ളിൽ. അന്നത്തെ ഇത് പല്ല് വെളിയിലിറങ്ങിക്കഴിഞ്ഞ് ഇത് ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ നിറത്തിൽ ഇനി ആകണം, ചുണ്ടിൻ്റെ നിറത്തിൽ. സമയം എടുക്കുമെന്നേ ഉള്ളൂ. അല്ല അത് അത്രയേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല ഇവിടെ. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞത്, ഇന്ന് ഇതൊക്കെ ചെയ്യാൻ പോകുമ്പം നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കണം എവിടെ പോകണമെന്ന്. ഒന്ന് ആലോചിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിത് പറയാൻ കാര്യം, ബില്ല് വരെ ഞാൻ കാണിച്ചു തരാം. വെറും 170 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. കണ്ടോ, 170 രൂപ മാത്രമേ നമുക്കായിട്ടുള്ളൂ. 5 പൈസ ഇതിനായിട്ടില്ല കൂടുതൽ. ഇതാണ് സ്ഥിതി. അപ്പം ഇനി ആലോചിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരികയാണെങ്കിൽ അടുത്തുള്ള നല്ല ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. ശകല സമയം പേഷ്യൻ്റ് ആകുമ്പോൾ നമ്മൾ പേഷ്യൻസ് വേണമല്ലോ. അവിടെ പോയി ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കുക, വെയിറ്റ് ചെയ്യുക, ഡോക്ടറെ കാണുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക. APLകാർക്കും നിസ്സാരമായ തുകയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് പുറത്തു വരും. അവിടെ ഒരു ലാബിൻ്റെ റിപ്പോർട്ടൊക്കെ എടുത്തിരുന്നു. ആ ലാബ് റിപ്പോർട്ടൊക്കെ എടുത്തതിന് ഇതിന് വെറും ഏകദേശം എല്ലാം റിസൾട്ടൊക്കെ അതാ ലാബ് റിപ്പോർട്ട്, ലബോറട്ടറി റിപ്പോർട്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഇനി അതും പറയാം. ഇനി എവിടെയാണ്? കോഴഞ്ചേരി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. നിങ്ങൾ പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ അവിടെ ലാബ് റിപ്പോർട്ടൊക്കെ എല്ലാം കൂടി എടുത്തതിന് ഒരു തുച്ഛമായ തുക മാത്രമേ അടയ്ക്കേണ്ടത്. എല്ലാം കൂടി ഓവറോൾ ഒരു 300 രൂപ അടയ്ക്കേണ്ടി വന്നുള്ളൂ. പുറത്താണെങ്കിൽ ഒരു 1,800 രൂപ ലാബിന് പൈസയാകുന്നതാണ്. ഇതെല്ലാം ക്രിയാറ്റിൻ, അത് ഇത് മറ്റേ മറിച്ച് എല്ലാം നോക്കിയിട്ടാണ് അവർ ചെയ്തത്. അപ്പം ശരി, എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഇനിയും എന്തെങ്കിലും ഒരു അപകടം വന്നാൽ പോകണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയാൻ ആളല്ല. പക്ഷേ പ്ലാൻഡായിട്ട് പോവുകയാണെങ്കിൽ ഒരു സർക്കാർ ആശുപത്രി ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഒരു
ഡോക്ടറോട് എടുത്ത് തിരിച്ചു വന്ന് ഒരു OPD കാർഡും എടുത്ത് കയറിയാൽ നിങ്ങൾക്കും നിസ്സാരമായി നോക്കി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ എല്ലാ സർക്കാർ ഓഫീസ്, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിലും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിലും ഈ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.